എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ച ഒരു കുറിപ്പാണ് ഇന്നത്തെ നമ്മുടെ ചർച്ചയുടെ അടിസ്ഥാനം. അതെ. ജിദ്ദ ദാവാ സെന്ററിലെ ഉമർ കോയ മദീനി തയ്യാറാക്കിയ ഒരു കുറിപ്പ്. ഇതിൽ റമദാനിനെ വിശേഷിപ്പിക്കുന്നത് ഒരു വർഷത്തേക്കുള്ള ഒരു ആത്മീയ റീചാർജിംഗ് നടക്കുന്ന മാസമെന്നാണ്. എനിക്ക് പ്രയോഗം ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. വളരെ നല്ലൊരു പ്രയോഗമാണത്. അപ്പോൾ എന്താണ് ഈ റീചാർജിംഗ്? അത് എങ്ങനെയാണ് നടക്കുന്നത്? നമുക്കിതിലേക്കൊന്ന് ആഴത്തിലിറങ്ങിച്ചെല്ലാം. തീർച്ചയായും. ആ ആത്മീയ റീചാർജിംഗ് എന്ന വാക്ക് അത് തന്നെയാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാശയം. അതെ. കാരണം അത് നമ്മൾ സാധാരണയായി കേൾക്കുന്ന ഉപവാസം എന്നതിനപ്പുറത്തേക്ക് ഒരു കാഴ്ചപ്പാട് തരുന്നുണ്ട്. ശരിയാണ്. ഒരു വർഷത്തെ ഓട്ടത്തിനിടയിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഊർജവും ചിട്ടയും ഒക്കെ വീണ്ടെടുക്കാനുള്ളൊരു മാസം. ആ, അത് ഭക്ഷണപാനീയമേൽ ഒഴിവാക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. അതെ. അവിടെയാണ് എനിക്ക് കൂടുതൽ അറിയേണ്ടത്. നോമ്പ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ ആദ്യം വരുന്നത് സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ വെള്ളം പോലും കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ ആ ഒരു ശാരീരികമായ നിയന്ത്രണമാണ്. ശരിയാണ്. എന്നാൽ ഈ കുറിപ്പനുസരിച്ച് അത് ചിത്രത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണല്ലേ? അതെ, അതൊരു തുടക്കം മാത്രം. യഥാർത്ഥത്തിൽ നോമ്പ് എന്നത് നമ്മുടെ നാവിനും കണ്ണിനും കാതിനും പിന്നെ നമ്മുടെ ചിന്തകൾക്കും കൂടിയുള്ളതാണ്. ഓക്കേ. അതായത് മറ്റുള്ളവരെക്കുറിച്ച് മോശമായി സംസാരിക്കാതിരിക്കുക, അനാവശ്യമായ കാര്യങ്ങൾ കാണാതിരിക്കുക, കേൾക്കാതിരിക്കുക, കോപം, അസൂയ പോലുള്ള നെഗറ്റീവ് ചിന്തകളെ നിയന്ത്രിക്കുക. ഇതെല്ലാം ഈ റീചാർജിന്റെ ഭാഗമാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുന്ന ഒരു പ്രക്രിയയാണിത്. ആരെങ്കിലും നമ്മളോട് വഴക്കിനോ തർക്കത്തിനോ വന്നാൽ തിരിച്ച് പ്രതികരിക്കുന്നതിന് പകരം ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞ് ശാന്തമായി ഒഴിഞ്ഞു മാറണം എന്നത് ഇതൊരു തരം പരിചയായി ഉപയോഗിക്കുന്നത് പോലെ തോന്നി. വളരെ ശരിയാണ്. അതൊരു പരിച തന്നെയാണ്. പക്ഷേ അത് മറ്റുള്ളവർക്ക് നേരെ പ്രയോഗിക്കുന്ന ഒന്നല്ല, മറിച്ച് സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാണ്. ആ നിമിഷത്തിൽ ഞാൻ നോമ്പുകാരനാണ് എന്നു പറയുന്നത് മറ്റേയാളോടുള്ളൊരു മറുപടി എന്നതിലുപരി എനിക്കിപ്പോൾ പ്രകോപിതനാകാൻ കഴിയില്ല, ഞാനൊരു വലിയ ലക്ഷ്യത്തിന്റെ ഭാഗമാണ് എന്ന് നമ്മൾ നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കലാണ്. ശരി ശരി. അതൊരു വലിയ ആത്മനിയന്ത്രണ പരിശീലനമാണ്. അപ്പൊ ഈ ആത്മനിയന്ത്രണത്തിലൂടെ നേടുന്ന ഊർജം എവിടേക്കാണ് പോകുന്നത്? ഈ റീചാർജ് ചെയ്ത ബാറ്ററി എന്തിനാണ് ഉപയോഗിക്കുന്നത്? വളരെ നല്ല ചോദ്യം. ഇവിടെയാണ് നോമ്പിന്റെ ആ ഒരു സാമൂഹികമായ തലം വരുന്നത്. സഹായിക്കാൻ ഈ സമയം കൂടുതലായി ഉപയോഗിക്കണം. ദാനധർമ്മങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു മാസമാണിത്. ശരിയാണ്. വിശക്കിന്റെ വില നമ്മൾ സ്വയം അറിയുമ്പോൾ വിശക്കുന്നവന്റെ വേദന മനസ്സിലാക്കാൻ കൂടുതൽ എളുപ്പമാകുമല്ലോ. സഹാനുഭൂതി വാക്കുകളിൽ ഒതുക്കാതെ പ്രവൃത്തിയിലൂടെ കാണിക്കാനുള്ള സമയമാണിത്. ശരി. അപ്പോ ആത്മനിയന്ത്രണം, ദാനധർമ്മം, ഈ റീചാർജിങ്ങിന് മറ്റു ഘടകങ്ങൾ കൂടി ഉണ്ടാവുമല്ലോ? തീർച്ചയായും. ഉദാഹരണത്തിന് പ്രാർത്ഥനകൾക്കോ മറ്റു ശീലങ്ങൾക്കോ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഈ മാസത്തില്? ഉണ്ട്. റമദാൻ മാസത്തിലാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചത് എന്നാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ ഈ മാസത്തില് ഖുർആൻ പാരായണത്തിന് വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നു. ശരി. കുറിപ്പിൽ പറയുന്നൊരു ചരിത്രമുണ്ട്. ജിബ്രീൽ എന്ന മാലാഖ എല്ലാ റമദാനിലും പ്രവാചകന്റെ അടുത്തു വന്ന് അതുവരെ അവതരിച്ച ഖുർആൻ ഭാഗങ്ങൾ പരസ്പരം ഓതിക്കേൾപ്പിക്കുമായിരുന്നു എന്ന്. ഇത് ദൈവീക ഗ്രന്ഥവുമായുള്ള ബന്ധം പുതുക്കാനും അതിലെ സന്ദേശങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കാനും വിശ്വാസികളെ പ്രേരിപ്പിക്കുന്നു. ഖുർആൻ പാരായണം കൂടാതെ തറാവീഹ് എന്നൊരു പ്രത്യേക നമസ്കാരത്തെക്കുറിച്ചും കേട്ടിട്ടുണ്ട്. എന്താണതിനെ സാധാരണ നമസ്കാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്? അത് കുറച്ചുകൂടി ദൈർഘ്യമേറിയ ഒന്നാണെന്നാണോ? അതെ, ദൈർഘ്യം ഒരു ഘടകമാണ്. പക്ഷെ അതിലുപരി അതിന്റെ ഒരു സാമൂഹികമായ സ്വഭാവമാണ് പ്രധാനം. സാമൂഹികമായ സ്വഭാവം? അതെ. രാത്രിയിൽ പള്ളികളിൽ ആളുകൾ ഒരുമിച്ചുകൂടി മണിക്കൂറുകളോളം നിന്ന് നമസ്കരിക്കുമ്പോൾ അതൊരു പ്രത്യേക അനുഭവമാണ്. വ്യക്തിപരമായ പ്രാർത്ഥന എന്നതിനപ്പുറം ഒരു സമൂഹമായി ഒന്നിച്ചുനിന്ന് സൃഷ്ടാവിനു മുന്നിൽ തങ്ങളുടെ ആവശ്യങ്ങളും നന്ദിയും അറിയിക്കുകയാണ് അവർ ചെയ്യുന്നത്. മനസ്സിലായി. ആ ഒരുമയും കൂട്ടായ്മയും ഈ മാസത്തിന്റെ ചൈതന്യം വർദ്ധിപ്പിക്കുന്നു. ഇത് ആത്മീയ റീചാർജിങ്ങിന്റെ ഒരു കമ്മ്യൂണിറ്റി വേർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശാരീരികമായും മാനസികമായും വളരെ ഡിമാൻഡിംഗ് ആയി തോന്നുന്നുണ്ട്. ശരിയാണ്. അപ്പൊ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. എല്ലാവരും ഇത് ചെയ്യാൻ നിർബന്ധിതരാണോ? ആരുടെയെങ്കിലും ബാറ്ററിക്ക് ഇത് താങ്ങാൻ പറ്റിയില്ലെങ്കിൽ, അതായത് ആരോഗ്യപരമായോ മറ്റോ പ്രയാസങ്ങളുണ്ടെങ്കിൽ എന്തു ചെയ്യും? വളരെ പ്രസക്തമായ ചോദ്യമാണിത്. ഈ സിസ്റ്റം അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഇവിടെയാണ്
ഇസ്ലാമിന്റെ ഒരു പ്രായോഗികമായ സമീപനം നമുക്ക് കാണാൻ കഴിയുന്നത്. ആഹാ. പ്രായപൂർത്തിയും മാനസികാരോഗ്യവും ഉള്ളവർക്കാണ് നോമ്പ് നിർബന്ധമാകുന്നത്. എന്നാൽ രോഗികൾ, വാർദ്ധക്യം കൊണ്ട് തീരെ അവശരായവർ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, ദീർഘയാത്ര ചെയ്യുന്നവർ, ഇവരെയെല്ലാം നോമ്പെടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. എനിക്കിത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി തോന്നി. കാരണം നിയമങ്ങൾ കർശനമാക്കുന്നതിന് പകരം മനുഷ്യന്റെ സാഹചര്യങ്ങളെ പരിഗണിക്കുന്നു. അതെ അതെ. എന്നിട്ട് അതിന് ബദലുകൾ നൽകുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഒഴിവാക്കപ്പെട്ടവർ പിന്നീട് നോമ്പെടുക്കേണ്ടതുണ്ടോ? ഉണ്ട്. യാത്രക്കാരും താൽക്കാലികമായി രോഗം ബാധിച്ചവരും അവർക്ക് പിന്നീട് സൗകര്യമുള്ള സമയത്ത് നഷ്ടപ്പെട്ട നോമ്പുകൾ പൂർത്തിയാക്കിയാൽ മതി. ശരി. എന്നാൽ സ്ഥിരമായി രോഗമുള്ളവരും വാർദ്ധക്യത്തിലെത്തിയവരും പോലുള്ളവർക്ക് നോമ്പെടുക്കാൻ കഴിയില്ലെങ്കിൽ ഓരോ നോമ്പിനും പകരമായി ഒരു ദരിദ്രന് ആഹാരം നൽകാനാണ് നിർദ്ദേശിക്കുന്നത്. അതായത് ആരാധന ചെയ്യാൻ കഴിയാത്തതിന്റെ പേരിൽ ആരും ഒരു കുറ്റബോധം അനുഭവിക്കേണ്ടതില്ല. പകരം അവർക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റൊരു പുണ്യകർമ്മത്തിലേക്ക് വഴി കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്ത്രീകളുടെ കാര്യത്തിലും ഈ ഇളവുകൾ ബാധകമാണല്ലോ. അവരുടെ ആർത്തവ സമയത്തും തീർച്ചയായും പ്രസവാനന്തര രക്തസ്രാവമുള്ള സമയത്തും നോമ്പെടുക്കേണ്ടതില്ല. ഇതും ആ കാരുണ്യത്തിന്റെ ഭാഗമായി കാണാമല്ലേ? തീർച്ചയായും. ഇത് മനുഷ്യന്റെ ശാരീരികവും ജൈവികവുമായ അവസ്ഥകളെ മതം എത്രമാത്രം മനസ്സിലാക്കുന്നു എന്നതിന്റെ തെളിവാണ്. ഈ നിയമങ്ങളെല്ലാം കേവലം ആചാരങ്ങൾ എന്നതിലുപരി കാരുണ്യത്തിലും പ്രായോഗികതയിലും ഊന്നിയതാണെന്ന് ഇത് വ്യക്തമാക്കുന്നു. ശരിയാണ്. റീചാർജിംഗ് പ്രക്രിയ ശരീരത്തെ തകർക്കുന്ന ഒന്നാകരുത്, മറിച്ച് അതിനെ പാകപ്പെടുത്തുന്ന ഒന്നായിരിക്കണം. ശരി. അങ്ങനെ ഒരു ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഈ നിയന്ത്രണങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ശേഷം സൂര്യാസ്തമയ സമയത്ത് നോമ്പ് മുറിക്കുന്ന ആ നിമിഷം, അതിനെ നോമ്പുതുറ അല്ലെങ്കിൽ ഇഫ്താർ എന്ന് പറയുന്നു. അതൊരു പ്രത്യേക അനുഭവമായിരിക്കും അല്ലേ? അതെ. കുറിപ്പിൽ അതിനെക്കുറിച്ച് പറയുന്നത് ആ നിമിഷത്തിൽ ഒരു വല്ലാത്ത ആത്മീയമായ ആനന്ദം ലഭിക്കുമെന്നാണ്. ദിവസം മുഴുവൻ ക്ഷമിച്ച് നിയന്ത്രിച്ച് കാത്തിരുന്നതിനു ശേഷം ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നതിലുള്ള ഒരു നന്ദി പ്രകടനം കൂടിയാണത്. അതുകൊണ്ടാണ് നോമ്പ് തുറക്കുന്നതിന് തൊട്ടു മുമ്പുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേക സ്വീകാര്യതയുണ്ടെന്ന് പ്രവാചകൻ പഠിപ്പിച്ചത്. ഒരു ദിവസത്തെ പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയതിന്റെ സന്തോഷവും സംതൃപ്തിയും ആ നിമിഷത്തിലുണ്ട്. ഈ നോമ്പുതുറ എന്നത് സാധാരണയായി ഒറ്റയ്ക്കിരുന്ന് ചെയ്യുന്ന ഒന്നാണോ, അതോ അതിനുമൊരു സാമൂഹിക തലമുണ്ടോ? അതിന് വലിയൊരു സാമൂഹിക തലമുണ്ട്. സാധാരണയായി കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്നാണ് നോമ്പ് തുറക്കുന്നത്. പലപ്പോഴും പള്ളികളിൽ വലിയ ഇഫ്താർ സംഗമങ്ങൾ നടക്കും. അവിടെ പണക്കാരെന്നോ പാവപ്പെട്ടവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. ഇത് ആളുകൾക്കിടയിലുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനും സ്നേഹം പങ്കുവെക്കാനും സഹായിക്കുന്നു. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്നവരോടായി ഒരു ചിന്ത പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും. ഈ കുറിപ്പ് റമദാനിനെ ഒരു മാസത്തെ ആത്മീയ റീചാർജിംഗ് എന്നാണ് വിശേഷിപ്പിച്ചത്. ഈ ആശയം നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് പകർത്തിയാൽ എങ്ങനെയിരിക്കും? നിങ്ങൾക്കായി ഒരു വ്യക്തിപരമായ റീചാർജിംഗ് മാസം സങ്കൽപ്പിച്ചാൽ നിങ്ങളുടെ ഉള്ളിലെ അച്ചടക്കത്തിനും പുറമെയുള്ള കാരുണ്യപ്രവർത്തനങ്ങൾക്കും വേണ്ടി നിങ്ങൾ എന്തായിരിക്കും തിരഞ്ഞെടുക്കുക? ഏതൊരു ശീലം മാറ്റാനായിരിക്കും നിങ്ങൾ ഒരു മാസം മുഴുവൻ ശ്രമിക്കുക? ഏത് തരത്തിലുള്ളൊരു സാമൂഹിക നന്മയ്ക്കായിരിക്കും നിങ്ങൾ പ്രാധാന്യം നൽകുക? ഇതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്. أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون